ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജനുവരി 10, വിശുദ്ധ വില്യം ബറൂയറിൻ്റെ തിരുനാൾ. ബെൽജിയത്തിലെ റെനവേഴ്സൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച വില്യം ബറൂയർ ലൗകിക ആർഭാടങ്ങൾ വരുത്തിവയ്ക്കുന്ന വിപത്തുകളെക്കുറിച്ച് ചെറുപ്പത്തിലെ ബോധവാനായിരുന്ന അവൻ പൗരോഹിത്യത്തിലേക്ക് ദൃഷ്ടി തിരിച്ചു. പുരോഹിതനായ ശേഷം കാനാനായിരുന്നെങ്കിലും തപോജീവിതം ലക്ഷ്യമാക്കി ഗ്രാൻഡ് മൗണ്ടിലെ ഏകാന്തതയിലേക്ക് ബറൂയർ നീങ്ങി. അവിടെയുള്ള വൈദികരും സഹോദരങ്ങളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ കാരണം വില്യം സിസ്റ്റേഴ്സ്യൻ സന്യാസ സഭയിൽ ചേർന്ന് സഭാവസ്ത്രം സ്വീകരിച്ച ശേഷം പൊന്തിജിയിൽ ആദ്യം സുപ്പീരിയറായും പിന്നെ താമസിയാതെ ഫൗണ്ടിജിയൻ ആശ്രമത്തിലെ ആബട്ടുമായി നിയമിക്കപ്പെട്ടു. ഇന്ദ്രിയ നിഗ്രഹവും എളിമയും ഫാദർ വില്യത്തിൻ്റെ ഹൃദയത്തെ നിർമ്മലമാക്കുകയും ഉയർന്ന പ്രാർത്ഥനയുടെ മാധുര്യവും ദൈവം അദ്ദേഹത്തിന് നൽകി. മുഖത്തിൻ്റെ പ്രസന്നത ആത്മീയ സമാധാനത്തിന് സാക്ഷ്യം വഹിച്ചു. 1200 ബുർഷിലെ ആർച്ച് ബിഷപ്പായി വില്യം ബറൂയറിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. ആർച്ച് ബിഷപ്പായപ്പോൾ വില്യം ബറൂയർ തപശ്ചര്യകൾ വർദ്ധിപ്പിച്ചു. മാംസം ഭക്ഷിക്കാതെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ് ദരിദ്രരെ സഹായിക്കാനിറങ്ങി. കാരുണ്യവും സ്നേഹവും കൊണ്ട് വില്യം ബറൂയർ പല അൽബിജൻസിയൻ പാഷാണ്ടികളെ മാനസാന്തരപ്പെടുത്തി. പനി കാരണം വില്യം ബറൂയർ പാതിരാത്രി ചൊല്ലാറുള്ള ജപം നേരത്തെ ചൊല്ലി തിരുപ്പാതയും സ്വീകരിച്ച് രോമച്ചട്ട പുതച്ച് ചാരത്തിൽ കിടന്ന് താമസിയാതെ വില്യം ദിവംഗതനായി. പ്രാർത്ഥനയാണ് വിശുദ്ധരെ സുഹൃതരാക്കിയത്. ആ പ്രാർത്ഥന തന്നെയാണ് ആധ്യാത്മിക വിജ്ഞാനം ചൊരിയാനും കാരണം. കർത്താവിനോടുള്ള പ്രാർത്ഥന കൊണ്ട് ഞങ്ങളും സുഹൃതരും ആധ്യാത്മിക വിജ്ഞാനമുള്ളവരും ആകാൻ വിശുദ്ധ വില്യം ബറൂയറെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.